എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്ന എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ തന്ന എല്ലാ സഹകരണങ്ങൾക്കും നിങ്ങളോട് ഞങ്ങൾ കടമപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നു മുതൽ ബൈബിൾ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമായിരിക്കും ഈ ചാനലിൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുമല്ലോ. ബൈബിൾ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിയായിട്ടാണല്ലോ ഉൽപ്പത്തി പുസ്തകം തുറന്നു കാട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു തുടക്കം ആകട്ടെ എന്ന വണ്ണം ആദാം എന്ന കഥാപാത്രത്തെ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കഥാപാത്രങ്ങളെ അനുകരിച്ചാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ലോകത്ത് ജീവിച്ചിരുന്നവരുടെയും ജീവിക്കുന്നവരുടെയും ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമ്മിശ്ര ജീവിതമാണ് നമ്മുടെ ജീവിതം. അങ്ങനെയിരിക്കെ ആദാം എന്ന ആദ്യ മനുഷ്യനിൽ നിന്നും ചില പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും നമ്മെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കുവാനും ഈ പഠനങ്ങൾ ഗുണകരമാകട്ടെ. ആദാം എന്ന പേരിന്റെ അർത്ഥം ചുവന്ന നിറമുള്ളവൻ അഥവാ ചുവന്ന മനുഷ്യൻ എന്നാണ്. അവന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ചുവന്നതെടുത്ത സുന്ദര രൂപമാണ് ആദാം. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയിലെ ആദ്യ മനുഷ്യൻ ഇന്ന് കാണുന്ന സകല മനുഷ്യരിലും അതിസുന്ദരനാണ്. ചുവപ്പ് കൊണ്ട് മാത്രമല്ല, ചുവന്ന തൊടുത്ത് അതിമനോഹരമായൊരു ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആദാം എന്ന ആദ്യ മനുഷ്യൻ. ആദാമിനെ ദൈവം സൃഷ്ടിച്ചതിൽ 2 വൃത്താന്തങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം നൽകുന്നുണ്ട്. ഒന്നാമതായി ആദാം സൃഷ്ടിയുടെ മകുടമാണ്. രണ്ടാമതായി നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. സകല സൃഷ്ടിയിൽ വെച്ചും ആദാം ഏറ്റവും ശ്രേഷ്ഠനാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയുടെ മകുടമായി ദൈവം അവനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ലോകത്തിൽ കാണുന്ന സകലത്തെയും ദൈവം തന്റെ വാക്കുകൊണ്ട് കൽപ്പിച്ചപ്പോൾ മനുഷ്യൻ തന്റെ കൈവേലയാണ്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ഈ ലോകത്തിലെ സകലത്തെയും ദൈവത്തിന്റെ വാക്കുകൊണ്ട് ദൈവം നിർമ്മിച്ച് അവന്റെ സ്ഥാനത്ത് അതിനെ ഭംഗിയായിട്ട് മനോഹരമാക്കി ആക്കി തീർത്തപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അവന്റെ കൈവേലയായിട്ടാണ്. ദൈവം നിലത്തെ പൊടിയെ തിരഞ്ഞെടുത്ത് അതിനെ ഒരു മനുഷ്യരൂപമാക്കി അതിൽ ജീവശ്വാസമൂതി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കണം. അപ്പം ദൈവത്തിന്റെ കൈവേലയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടവനാണ്, ജനിക്കപ്പെട്ടവനല്ല. അതായത് ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവനല്ല, ജനിക്കപ്പെട്ടവനല്ല, സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അപ്പോൾ തന്നെ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ഭൂമിയോടും മൂക്കിൽ ദൈവം ജീവശ്വാസം മൂതിയതിനാൽ ദൈവത്തോടും മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ബന്ധപ്പെട്ടിരുന്ന മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കി. ഏദൻ എന്ന വാക്കിനർത്ഥം ആനന്ദകരം അഥവാ സന്തോഷപ്രദം എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ കാണുന്ന സകലത്തെയും നേടുമ്പോഴല്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നത്. ഇന്ന് മനുഷ്യൻ പല സന്തോഷങ്ങൾക്കും വേണ്ടി പലയിടത്തും ഓടുന്നു. ഒരുപാട് സന്തോഷങ്ങൾ കെട്ടുവാൻ ഒരുപാട് ബാറുകൾ, ഒരുപാട് കാഴ്ച നേർന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഓടുന്നു, എങ്ങനെയെങ്കിലും ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു വളരെ വ്യക്തമായ ഒരു കാര്യമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ ആനന്ദകരമായ നിമിഷമെന്ന് പറയുന്നത്. മനുഷ്യൻ ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അവന് സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഏദൻ തോട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ട മനുഷ്യന് പല കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി അവൻ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുവാൻ തുടങ്ങി. അതുകൊണ്ട് പ്രിയരെ, നാം ദൈവത്തോട് അടുത്തിരിക്കുന്ന ഏറ്റവും വലിയ നിമിഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്, അനുഗ്രഹത്തിന്, വിടുതലിന് കാരണമാകുന്ന നിമിഷങ്ങൾ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കാം. പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത് അധിക കാലം കൊണ്ടുപോകുവാൻ മനുഷ്യനായില്ല. അല്ല, ആദാമിന് കഴിഞ്ഞില്ല. സാത്താൻ പഴയ പാമ്പിൽ കൂടി പ്രവർത്തിച്ച് ആദാമിനെ തോട്ടത്തിൽ നിന്ന്, അല്ല ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ മനുഷ്യൻ കഷ്ടതയുടെയും രോഗത്തിന്റെയും കടഭാരങ്ങളുടെയും നേർക്കാഴ്ചയായി മാറി.
പക്ഷേ ദൈവം നിർമ്മിച്ച ആദ്യ മനുഷ്യനായ ആദാമിനെ സുന്ദരനായി നിർമ്മിച്ച് സുന്ദരമായ തോട്ടത്തിലാക്കിയതിനു പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. മനുഷ്യൻ സന്തോഷത്തോടെ ഇരിക്കണമെന്ന്. ആ ദൈവം ഇന്നും നമ്മയെല്ലാവരെയും ആ ദൈവത്തിന്റെ തോട്ടത്തിലേക്ക് വിളിക്കുകയാണ്. ഒന്നാം ആദാം പാപം ചെയ്തതുപോലെ പിശാചിനാൽ വഞ്ചിതരാകാതെ സന്തോഷത്തോടെ കൂട്ടായ്മയോടെ നമുക്ക് ഒന്നിച്ചു മുന്നേറാം. പലപ്പോഴും പല പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. ഇതിനെല്ലാം കാരണം ആദാമിനാൽ ഈ ലോകത്തിൽ വന്ന പാപത്തിന്റെ പരിണിത ഫലമാണ്. അതുകൊണ്ട് നമുക്ക് പാപം കൂടാതെ സന്തോഷത്തോടെ മുന്നേറാം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാം. ദൈവത്തെ മുൻനിർത്താം. ഈ വാക്കുകളാൽ ദൈവം ഇന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ മറക്കാതെ മറ്റുള്ളവരിലേക്കും എത്തിക്കുമല്ലോ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.